കോക്ടെയിൽ ലൈഫിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇൻട്രോ കാണുമ്പോൾ കുറച്ച് പേരെങ്കിലും വിചാരിക്കുന്നുണ്ടാവില്ലേ ഈ പെണ്ണെൻ്റെ എല്ലാ വീഡിയോസിനും ഒരേ ഇൻട്രോ ഇട്ടുകൊണ്ടിരിക്കുന്നതെന്ന്. കഴിഞ്ഞ വീഡിയോയിൽ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് മൺറോത്തുരുത്ത് പോകുന്നതിൻ്റെ ഒരു വീഡിയോ ഇട്ടായിരുന്നു. അതിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണിത്. ഉച്ചയ്ക്ക് പോയതാണ് കേട്ടോ ജടായുപ്പാറ. നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഏകദേശം ഒരു 4 മണിക്ക് എത്തിയെങ്കിലും അധികം ചൂടൊന്നും അനുഭവപ്പെട്ടിരുന്നില്ല. നേരെ ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ട്രിവാൻഡ്രത്ത് എത്തുമ്പോൾ കാണാനുള്ള പ്ലേസസ് അന്വേഷിച്ചപ്പം അതിൽ മസ്റ്റ് വാച്ച് ആയിട്ടും തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത് ജടായുപ്പാറ കാണാൻ തന്നെയാണ്. നമ്മൾ എത്രയോ നാടുകളിൽ പോയിട്ട് അവിടുത്തെ പല പല സ്കൾപ്ചേഴ്സും കണ്ട് അതിൻ്റെ ബ്യൂട്ടിയൊക്കെ എൻജോയ് ചെയ്യുന്നു. പക്ഷേ നമ്മുടെ സ്വന്തം നാട്ടിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് കണ്ടിട്ടില്ല എന്ന് പറയുന്നത് നമുക്ക് നാണക്കേടല്ലേ. അതുകൊണ്ട് തന്നെ വിചാരിച്ചു ഇത്തവണ എന്തായാലും ഇത് കണ്ടിട്ടേ ഉള്ളൂ ബാക്കി കാര്യം എന്ന്. നോർമലി ഓൺലൈനായിട്ടാണ് ജടായുപ്പാറയുടെ ടിക്കറ്റ് എടുക്കേണ്ടത്. പക്ഷേ ഞങ്ങൾ ചെന്നപ്പോൾ സിസ്റ്റം ഡൗൺ ആയിരുന്നു. അതുകൊണ്ടാണ് അവിടെ ചെന്നിട്ട് ടിക്കറ്റ് എടുത്തത് കേട്ടോ. നമ്മൾ അങ്ങോട്ട് പോകുന്നതിന് മുന്നേ അറിഞ്ഞു വെച്ചിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ലാസ്റ്റ് കേബിൾ കാർ മുകളിലോട്ട് പോകുന്നത് 5:30ക്കാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു 1 അവറിനോട് അടുത്ത് വേണ്ടി വരും നമുക്ക് ആ സ്കൾപ്ചറിൻ്റെ ഫുൾ ബ്യൂട്ടി ഒന്ന് എൻജോയ് ചെയ്ത് ഒരു ചായയൊക്കെ കുടിച്ച് അവിടെ മൊത്തം ഒന്ന് കറങ്ങി കാണാൻ. അത് കഴിഞ്ഞ് അവിടെ നിന്ന് താഴോട്ട് കേബിൾ കാർ ലാസ്റ്റായിട്ട് വരുന്നത് 6:30ക്കാണ്. അപ്പോൾ അത് കണക്കാക്കിയിട്ടാണ് ലാസ്റ്റ് ടിക്കറ്റ് അവർ 5:30ക്ക് കൊടുക്കുന്നത് കേട്ടോ. ജടായുപ്പാറ സീ ലെവലിനെക്കാട്ടും ഒരു 1200 ഫീറ്റിലാണ് ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഏകദേശം ഒരു 350 മീറ്റേഴ്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് ശരിക്കും കേബിൾ കാറിൽ പോവുകയാണെങ്കിൽ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് നമുക്കത് എല്ലാ വ്യൂവും എൻജോയ് ചെയ്തിട്ട് കാണാം. ഇനി ഒരു ട്രെക്കിംഗ് ഒക്കെ ഉദ്ദേശിക്കുന്ന ആൾക്കാരാണ്, അത്യാവശ്യം ആരോഗ്യമുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ സ്റ്റെപ്സ് ഉണ്ട് കേട്ടോ അങ്ങോട്ടേക്ക് കയറി പോകാൻ. ഞങ്ങളുടെ കൂടെ ഡാഡി മമ്മിയും കുട്ടികളൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ നമ്മൾ കേബിൾ കാറിലാണ് പോയത്. ടിക്കറ്റ്സ് എടുക്കുമ്പം 2 സെക്ഷനായിട്ടാണ് ടിക്കറ്റ് എടുക്കേണ്ടത്. എൻട്രി ടിക്കറ്റിന് അറൗണ്ട് 270 ആണ് വരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് കേബിൾ കാറിന് സെപ്പറേറ്റ് ഒരു അറൗണ്ട് ഒരു 280 വന്നായിരുന്നു. അപ്പോൾ എല്ലാം കൂടി ഒരു 600ൽ നിൽക്കുന്ന പോലെ. അപ്പോൾ അവരുടെ നെക്സ്റ്റ് ഡെവലപ്മെൻ്റായിട്ട് അവർ ചെയ്യാൻ പോകുന്നത് പബ്ലിക് ആക്സസ് ഡയറക്റ്റ് സ്റ്റെപ്സ് ത്രൂ. അപ്പോൾ അവർക്ക് എൻട്രി ടിക്കറ്റിൻ്റെ ആവശ്യമില്ല, ഡയറക്റ്റ് ടെമ്പിളിൽ വന്ന് അവർക്ക് വേർഷിപ്പ് ചെയ്യാനുള്ള ഒരു പ്രൊവിഷനും കൂടെ അവർ കൊടുക്കുന്നുണ്ട്. അത് അവരുടെ ഒരു ഫ്യൂച്ചർ പ്ലാൻ ആട്ടോ. ഞങ്ങൾ അങ്ങോട്ട് എത്തിയ സമയത്ത് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ കേബിൾ കാർസൊക്കെ ഓൾമോസ്റ്റ് ഫ്രീ ആയിരുന്നു. ഇത് സ്വിറ്റ്സർലൻഡിൽ നിന്നാണ് ഈ കേബിൾ കാർസ് എല്ലാം ഇവർ ഇമ്പോർട്ട് ചെയ്തിരിക്കുന്നത്. യൂറോപ്യൻ ടെക്നോളജി യൂസ് ചെയ്തിട്ടാണ്. കാരണം ഒത്തിരി സ്റ്റീപ്പായിട്ടാണല്ലോ അത് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു റിസ്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നന്നായി തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ല നീറ്റാണ്, അതുമാതിരി എല്ലാം നല്ല പക്കായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു കാര്യം മാത്രം മക്കൾ ഡെസ്പായി പോയത്, അവിടെ 12D മൂവീസൊക്കെ ഉണ്ടെന്ന് എഴുതി വെച്ചിരുന്നു. പോയി തിരിച്ച് അവിടെ താഴെ എത്തിയപ്പോഴാണ് അറിഞ്ഞത് അത് റിനോവേഷനിലാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ മാത്രം മക്കൾക്കൊരു ഇത്തിരി വിഷമമായിപ്പോയി. എന്നാലും എല്ലാവരും അതൊക്കെ കണ്ട് ഹാപ്പി ആയിരുന്നു. പിന്നെ കസിൻസ് ഒരുമിച്ച് പോകാമെന്ന് പറയുമ്പോൾ തന്നെ ഒരു രസമാണല്ലോ. അങ്ങനെ ഞങ്ങളുടെ കേബിൾ കാറൊക്കെ എത്തി, എല്ലാവരും ചാടി കയറി. ഒരു കമ്പാർട്ട്മെൻറ്റിൽ അവർ 6 to 8 പാക്സാണ് അവർ സമ്മതിക്കുന്നത്. ഞങ്ങൾ വലിയ തിരക്കില്ലാത്തതുകൊണ്ട് ഞങ്ങൾ സ്പ്ലിറ്റ് ചെയ്ത് ഒരു 6 പേരായിട്ട് കയറി കേട്ടോ. മൊത്തം 16 കേബിൾ കാഴ്സാണ് ഉണ്ടായിരുന്നത്. നല്ല ഹൈറ്റിലൂടെയാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും നേരിയൊരു പേടിയുണ്ടായിരുന്നു ആദ്യത്തിൽ. പിന്നെ വർത്താനം പറഞ്ഞ് ഓളായി കഴിഞ്ഞപ്പം പിന്നെ അതൊക്കെ വിട്ടുപോയി. ഏറ്റവും ചെറിയ ആൾ അവിടുത്തെ പിണങ്ങിയിരിക്കുക കേട്ടോ. അവനെന്തോ ചിപ്സ് കിട്ടിയില്ല എന്നോ അങ്ങനെ എന്തോ പറഞ്ഞ്. നല്ല രസമാട്ടോ ഇവിടെ നിന്നുള്ള വ്യൂ കാണാൻ. ഒരു ഹെലിപാഡൊക്കെ ഉണ്ട്, എമർജൻസി റെസ്ക്യൂവിന് വേണ്ടിയിട്ടുള്ളതാണെന്ന് തോന്നുന്നു. എന്തായാലും കുറച്ച് പേരൊക്കെ താഴോട്ട് തിരിച്ചു വരുന്നതായിട്ട് ഞങ്ങൾ കണ്ടു. ഞങ്ങൾ കേബിൾ കാറിൽ പോയിക്കൊണ്ടിരുന്നപ്പം താഴെ സ്റ്റെപ്സ് കാണാമായിരുന്നു കേട്ടോ. കഷ്ടി 876 സ്റ്റെപ്സ് ഉണ്ടെന്നാണ് അറിഞ്ഞത്. കാര്യം കുറച്ച് ടയറിംഗ് ആണെങ്കിലും ഒരു അഡ്വഞ്ചറസ് ട്രിപ്പിനൊക്കെ മുതിർന്നവർക്ക് അത് അടിപൊളി തന്നെയാണ് കേട്ടോ. നമ്മൾ കാണാൻ പോകുന്ന ജടായുപ്പാറയുടെ പിന്നിൽ ഒരു ഐതിഹ്യം ഉണ്ട് കേട്ടോ. രാമായണത്തിലെ ഒരു കഥയാണ് ഇതിനാസ്പദമായിട്ടുള്ളത്. ശ്രീരാമചന്ദ്രൻ്റെ ഭാര്യയായ സീതാദേവിയെ രാവണ ലങ്കയിലേക്ക് തട്ടിക്കൊണ്ടുപോയപ്പോൾ സീതാദേവിയുടെ രക്ഷയ്ക്കെത്തിയതായിരുന്നു ജടായു എന്ന ഈ പക്ഷി. തൻ്റെ കൊക്കും നഖവും ഉപയോഗിച്ച് കുറേ നേരം പൊരുതി നിന്നെങ്കിലും അവസാനം രാവണൻ തൻ്റെ അത്ഭുതവാളായ ചന്ദ്രഹാസം ഉപയോഗിച്ച് ജടായുവിൻ്റെ ഒരു ചിറകരിഞ്ഞു കളഞ്ഞു. ചിറകറ്റ് വീണ ജടായു ഈ പാറയിലേക്ക് വീണു എന്നുള്ളതാണ് പണ്ടത്തെ ഐതിഹ്യം. ദാഹിച്ചു വലഞ്ഞ ജടായുവിൻ്റെ കൊക്ക് പാറമേൽ ഒരച്ചപ്പോൾ അവിടെ നിന്ന് വെള്ളം വന്നുവെന്നും അത് കുടിച്ച് ദാഹം തീർത്തുവെന്നാണ് വിശ്വസിച്ചിരുന്നത്. ശ്രീരാമൻ എത്തുന്നത് വരെ ജടായു മരിക്കില്ല എന്നൊരു വരം കൂടെ സീതാദേവി ജടായുവിന് കൊടുത്തിരുന്നു. വിവരം അറിഞ്ഞെത്തിയ ശ്രീരാമൻ തൻ്റെ ഭാര്യയെ രക്ഷിക്കാൻ കാണിച്ച മനസ്സിന് ജടായുവിന് മോക്ഷം കൊടുത്തു എന്നുള്ളതാണ് വിശ്വാസം. ജടായു എന്ന ദാഹം തീർത്ത ചെറിയ കുളം പിന്നീട് ഒരിക്കലും വറ്റിയിട്ടില്ല. ശ്രീരാമചന്ദ്രന്റെ പാദമുദ്രയും വറ്റാത്ത കുളവും അവിടെയുള്ള ക്ഷേത്രത്തിൽ ഇപ്പോഴും സംരക്ഷിച്ചു കൊണ്ടുവരുന്നു. ഈ കഥയൊക്കെ അവിടെ ഒരു പാറമേൽ അവർ കൊത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാവുന്നത് തന്നെയാണ്. എന്തായാലും കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ബേർഡ് സ്കൾപ്ചർ ഉള്ളത് നമ്മുടെ നാട്ടിലാന്ന് പറയുന്നത് നമുക്കും ഒരു അന്തസ് തന്നെയാണല്ലോ. നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് അവർ ചെയ്തിരിക്കുന്നത്. അത്ര ഒറിജിനാലിറ്റി തോന്നും കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ. ശരിക്കും പറഞ്ഞത് കാണണമെന്നുണ്ടെങ്കിൽ ഒരു ഹെലികോപ്റ്ററിൽ വരണം കേട്ടോ. എന്നാലാണ് അതിൻ്റെ ശരിക്കുള്ള റിയൽ ബ്യൂട്ടി നമുക്ക് മനസ്സിലാവുള്ളൂ. നമ്മുടെ ടോപ്പ് വ്യൂ ഒക്കെ കിട്ടില്ലേ ഗ്രാഫിക്സിൽ പഠിച്ച പോലെ, അത് അടിപൊളിയായിരിക്കും കേട്ടോ. പക്ഷേ ഞാൻ കുറേ ഫോട്ടോസിലൊക്കെ കണ്ടായിരുന്നു. ജടായു എർത്ത് സെൻറ്റർ അവർ ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് വിമൻ സേഫ്റ്റി ആൻഡ് ഓണറിന് വേണ്ടിയിട്ടാണ് കേട്ടോ.
ശരിക്കും ഇനിയും ഒത്തിരി കാര്യങ്ങൾ അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ അകത്തൊരു മ്യൂസിയം അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. 12 മൂവീസ് ഉണ്ട്. കുറേ അഡ്വെഞ്ചർ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. പക്ഷേ കൊറോണ കഴിഞ്ഞതിന് ശേഷം അതൊക്കെ ഹോൾഡ് ചെയ്ത് വെച്ചേക്കാണെന്നാണ് അവിടുത്തെ സെക്യൂരിറ്റി ചേച്ചി ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത്. സ്കൾപ്ചർ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എല്ലാവർക്കും ചായ കുടിക്കാനൊക്കെ ഒരു ആഗ്രഹം വന്നു തുടങ്ങി. നേരിയ ചാറ്റൽ മഴയും നല്ല ചൂട് ചായയും മനോഹരമായ ബ്യൂട്ടിഫുൾ ലാൻഡ്സ്കേപ്പും ഇത്ര ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ എന്ത് വേണം. പിന്നെ നേരിയ ജോൺസൺ മാഷിൻ്റെ പാട്ടൊന്നും അല്ലെങ്കിലും നേരിയൊരു നല്ലൊരു മ്യൂസിക്കും കൂടെ അവർ വെച്ചിരുന്നു കേട്ടോ. അതും കൂടെ കണ്ട് നമ്മൾ ഈ സ്കൾപ്ചറിൻ്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡീറ്റെയിലിങ്സ് ഒക്കെ എൻജോയ് ചെയ്ത് അവിടെ കുറച്ചുകൂടെയൊക്കെ ഇങ്ങനെ നടന്നു നോക്കി. അവിടെ ഒരു ആംഫി തിയേറ്റർ ഒക്കെ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു മേ ബി അവിടെ വല്ല ഷോസോ എന്തെങ്കിലുമൊക്കെ മുന്നുണ്ടായിരിക്കണം. ഫോട്ടോസ് എടുക്കാത്തൊരു കളിയില്ലല്ലോ. അപ്പോൾ ചന്നം പിന്നെ ഫോട്ടോസ് എടുത്തു. രാമനും സീതയും പോലെ ഒറ്റ കൊടുക്കയിൽ എൻ്റെ അപ്പനും അമ്മയും നടക്കുന്നത് കണ്ട് മതി മറന്ന് നിന്നപ്പോഴാണ് ഇച്ചാൻ ഓർമ്മിപ്പിച്ചത്. കുറച്ച് നേരം കൂടെ ആ നിൽപ്പ് നിന്നാൽ സ്റ്റെപ്പ് ഇറങ്ങി താഴെ പോകേണ്ടി വരുന്നത്. പിന്നെ ഒന്നും നോക്കിയില്ല. ലാസ്റ്റ് കേബിൾ കാറിൽ ഞങ്ങൾ സ്ഥലം വിട്ടു. മുഖത്തെ എക്സ്പ്രഷൻ കണ്ടാൽ എന്തോ അന്താരാഷ്ട്ര പ്രശ്നത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമെന്ന് തോന്നിപ്പിക്കുമെങ്കിലും ഇത്ര ഹൈറ്റിൽ നിന്ന് താഴെ വീണ നമ്മുടെ പൊടിയെങ്കിലും കിട്ടുമെന്നുള്ളതാണ് കേട്ടോ അവിടുത്തെ സീരിയസ് ടോപ്പിക് ഓഫ് ഡിസ്കഷൻ. എന്തായാലും പറഞ്ഞിരിക്കലേ തന്നെ ഞങ്ങൾ എന്തായാലും താഴെ എത്തി. നമ്മുടെ ജഡായു എർത്ത് സെൻറ്ററിൽ ഒത്തിരി ബ്യൂട്ടിഫുൾ പ്ലാന്റ്സ് ആൻഡ് ട്രീസ് ഉണ്ട് കേട്ടോ. ലാൻഡ്സ്കേപ്പിന് ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ് അവരത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ഡേ പോകാനുള്ള ഡെസ്റ്റിനേഷനെ കുറിച്ചുള്ള ഡിസ്കഷൻ ആയിരുന്നു കേട്ടോ പിന്നീട് അവിടെ നടന്നത്. മാജിക് പ്ലാനറ്റിലുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ അടുത്ത വ്ളോഗ് എന്തായിരിക്കും. മാജിക് പ്ലാനറ്റ് കുറേ കാലമായി വിചാരിക്കണു മുതുകാട് സാറിൻ്റെ ആ ഒരു ഇനീഷ്യേറ്റീവ് നേരിട്ട് കാണണമെന്ന്. എന്തായാലും ഡേ 1 ഇൻ ട്രിവാൻഡ്രം അവസാനിപ്പിക്കാനുള്ള സമയമായിട്ടുണ്ട്. രാവിലെ മൺട്രോത്തുരുത്തും വൈകിട്ട് ജഡായുപ്പാറയും. എന്തായാലും ഒരു പ്രൊഡക്റ്റീവ് ഡേ തന്നെ. അപ്പോൾ ഇനി മറ്റൊരു വ്ളോഗുമായിട്ട് നേരിട്ട് കാണുന്നത് വരെ ഇറ്റ്സ് ബൈ ഫ്രം സ്റ്റെഫി. ടേക്ക് കെയർ.